അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുകയാണ് 1,00,000 രൂപ. ശ്രദ്ധിക്കണം, ചെവി തുറന്ന് കേൾക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ 1,00,000 രൂപ സ്വതക്ക ചെയ്യുകയാണ്. അല്ലാഹു തആല അയാളുടെ സ്വതക്ക സ്വീകരിച്ചില്ലെങ്കിൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് ശിക്ഷയാണ്, പ്രതിഫലമല്ല. അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയാണ് അയാൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തിനാണ് അയാളെ അല്ലാഹു ശിക്ഷിക്കുന്നത്? 1,00,000 രൂപ സ്വതക്ക കൊടുത്തതിന്റെ പേരിലാണ് അല്ലാഹു തആല അയാളെ ശിക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊടുക്കാതിരുന്നാൽ പോരായിരുന്നോ? കയ്യിൽ നിന്നൊരു 1,00,000 പോയി, അയാളുടെ അക്കൗണ്ടിൽ നിന്നൊരു 1,00,000 കുറഞ്ഞു പോയി. അതാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞു. ഈ കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു ചില ആളുകളെ ചോദ്യം ചെയ്യും. അള്ളാഹു കൊടുത്തതിന്റെ പേരിൽ ചില ആളുകളെ ശിക്ഷിക്കും പ്രിയപ്പെട്ടവരെ. എപ്പോഴാണത്? അവരുടെ നീയത്ത് മോശമാകുമ്പോ. കൊടുക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹിനല്ലാതെ പേരിന് വേണ്ടി കൊടുത്താൽ, സൽപേരിന് വേണ്ടി കൊടുത്താൽ, പ്രശസ്തിക്ക് വേണ്ടി കൊടുത്താൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊടുത്താൽ അല്ലാഹു തആല ആ കൊടുത്തതിന്റെ പേരിൽ അയാളെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്, പ്രതിഫലമല്ല നൽകാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായി കയ്യിൽ നിന്നൊരു 1,00,000 പോവുകയും നഷ്ടപ്പെടുകയും അതിന്റെ പേരിൽ ഒരാൾക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്താൽ അത് നഷ്ടമല്ലയോ പ്രിയപ്പെട്ടവരെ? അത് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. അതൊരു നഷ്ടം തന്നെയാണ്. നേരെ മറിച്ച് സ്വതക്ക സ്വീകരിച്ചാലോ, ഒരാളുടെ സ്വതക്ക അല്ലാഹു സ്വീകരിച്ചാലോ അയാൾ കൊടുത്തതിന്റെ ഇരട്ടി അല്ലാഹു അയാൾക്ക് പകരം നൽകുകയാണ്. 1,00,000 കൊടുത്താൽ അല്ലാഹു 10,00,000 അയാൾക്ക് പകരം നൽകുന്നത്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ ഫയുളാഇഫഹു ലഹു വളആഫൻ കസീറ. അല്ലാഹുവിന് ആരാണ് കടം നൽകുന്നത്? അയാൾക്ക് അല്ലാഹു തആല ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇരട്ടിയായി, അളആഫൻ കസീറ, ഒരുപാട് ഇരട്ടി എന്നാ പറഞ്ഞത്. വേറൊരു സ്ഥലത്ത് പറഞ്ഞു അളആഫൻ മുളാഅഫ, ഇരട്ടിയായി അല്ലാഹു പകരം നൽകുമെന്ന്. വേറൊരു സ്ഥലത്ത് പറഞ്ഞു 700 ഇരട്ടി വരെ അല്ലാഹു വർദ്ധിപ്പിച്ചേക്കാം. ഇതൊക്കെ ഖുർആനാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത് സ്വതക കൊടുത്തതിന്റെ പേരിൽ നിങ്ങളുടെ പണം കുറയൂല, ഇല്ലാ സാദ, അല്ലാഹു അത് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നിയ്യത്ത് നന്നായി അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ സ്വതക ചെയ്താൽ അല്ലാഹു തആല അവർക്ക് നൽകാൻ പോകുന്നത് അവർ ഏറ്റെടുത്തതിന്റെ ഇരട്ടി പകരം നൽകുകയാണ്. അത് മാത്രമല്ല അയാളുടെ കയ്യിൽ നിന്ന് നയാ പൈസ കുറഞ്ഞു പോകൂല. ഇത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അയാൾക്ക് അല്ലാഹു നൽകും. അതിന്റെ കൂടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു അയാൾക്ക് കാവൽ നൽകും.